നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കോൺഗ്രസിൻ്റെ വലിയ കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റി. കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റി. ആ വർക്കിംഗ് കമ്മിറ്റിയിലെ ഏറ്റവും ചുരുങ്ങിയത് 3 മന്ത്രിമാർ മനസ്സുകൊണ്ട് BJP-ക്കാരാണ്. തടി എവിടെയാണ്, മനസ്സെവിടെയാണ്. അതാണ് പുതിയ കോൺഗ്രസ്. മനമെങ്ങും തനു അങ്ങു എന്ന പണ്ടാരോ പറഞ്ഞ പോലെയാണ്. മനം ഇങ്ങ് കോൺഗ്രസിൽ, തനു അങ്ങ് BJP-യിൽ. അത്തരക്കാർ 3 പേരുണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസിൽ. ഒന്ന് ഇവിടുത്തെ MP ശശി തരൂർ ജി, 2 ദിഗ്വിജയ് സിംഗ് ജി, 3 സൽമാൻ ഖുർഷിദ് ജി. പുറത്ത് മുഖം കാണിച്ചിട്ടുള്ള 3 BJP അനുഭവങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ആഴത്തിലേക്ക് നോക്കിയാൽ ഇനിയും കണ്ടേക്കാം. അവർക്കെല്ലാം ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ മാന്യമായ സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടത് മറ്റത്തൂരിലെ പഞ്ചായത്ത് മെമ്പർമാർ ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്താണെന്നാണ്. ആരാ അവർക്ക് വഴി കാണിച്ചത്? ആ ഉത്തരം കാണും കേരളത്തിന്. ആ ഉത്തരവൊന്നും പറയാനാകാത്ത കേരളത്തിലെ കോൺഗ്രസ്സുകാർ LDF-ൻ്റെ മേൽ അകാരണമായി കുതിര കയറുകയാണ്. ചർച്ചകൾ ഞങ്ങൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങൾ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. LDF-ആയും ഓരോ പാർട്ടികളായും ഇത്രയുമേറെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്, ആദ്യന്തം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വാശി കാണിച്ച ഗവൺമെൻറ്, കേന്ദ്രം അടിച്ചേൽപ്പിച്ച എല്ലാ ഉപരോധങ്ങളെയും മറികടന്നുകൊണ്ട് സംസ്ഥാനത്തിന് പുരോഗതിക്ക് വേണ്ടി ഇത്രയുമേറെ അധ്വാനിച്ച ഗവൺമെൻറ്, നമ്മുടെ വികസന യാത്രയിൽ ഏറ്റവും നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന മേഖലകളിൽ ഇത്രയും വലിയ മാറ്റമുണ്ടാക്കിയ ഗവൺമെൻറ്, സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്, ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യം തുടച്ചു മാറ്റിയ ഗവൺമെൻറ്, അതെല്ലാമാണ് LDF ഗവൺമെൻറ്. അതെല്ലാം ചെയ്തൊരു ഗവൺമെൻറ് എന്തുകൊണ്ട് ജനങ്ങളാൽ ഇതുപോലെ ഒരു വിചാരണ ചെയ്യപ്പെട്ടു? അതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട ഉത്തരം തന്നെയാണ്.